ഹലോ ഗൈസ്, കുട്ടിപ്പട്ടാളത്തെയും കുട്ടി ഞാൻ എങ്ങോട്ടാണെന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ പണ്ട് സ്നേഹസാഗരം കൂടുമ്പോൾ ആ ഒരു എനർജി ഇന്ന് വീണ്ടെടുക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് സ്നേഹസാഗരം കൂടിയത്. സ്നേഹസാഗരം എന്ന് പറയുമ്പോൾ പലർക്കും പുതിയ അറിവായിരിക്കും. ഇതിനെ പറ്റിയിട്ടൊരു ലോങ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്നേഹസാഗരം എന്ന് പറയുന്നത് നമ്മൾ ഏട്ടനനിയന്മാരുടെ മക്കളാണ് അയൽവക്കത്തുള്ളത്. അപ്പോൾ അവർ അടുത്ത എല്ലാ കുട്ടികളെയും ജോയിൻ ചെയ്തിട്ട് നമ്മൾ 2020 തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് സ്നേഹസാഗരം എന്ന് പറയുന്നത്. സ്നേഹസാഗരം എല്ലാ ഞായറാഴ്ചയാണ് കണ്ടക്ട് ചെയ്യുന്നത്. 1 മണിക്കൂർ 10 രൂപയാണ് കളക്ട് ചെയ്യുന്നത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്നേഹസാഗരത്തിൻ്റെ പേരിൽ കളക്ട് ചെയ്ത പൈസ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. തുടങ്ങുമ്പോൾ 15 ആൾക്കാരാണ് തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ കുറഞ്ഞു വന്നു കേട്ടോ. പക്ഷേ എൻ്റെ ലൈഫിൽ വീണ്ടും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് ആ സമയം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 2020 സ്റ്റാർട്ട് ചെയ്ത ആ കൂട്ടായ്മയിൽ നമ്മൾ എൻജോയ് ചെയ്ത ഒരു ലൈഫുണ്ട്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല, പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. നമ്മൾ ഇതിലുണ്ടായിരുന്ന അമ്മു, എൻ്റെ അനിയന്, അപ്പു, ഇവരെല്ലാം വേറെ വേറെ പോയതിന് ശേഷം ഇതിൻ്റെ ഇത് എപ്പോഴും കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ നിന്നും മാറി. പക്ഷേ ഇപ്പോഴും നമ്മൾ നടത്തുന്നുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ടാകുമ്പോൾ നടത്തും, അമ്മ വന്നിട്ടാകുമ്പോൾ നടത്തും. പക്ഷേ ആ ലൈഫ്, ആ ഒരു എൻജോയ്മെൻറ്റ് തിരിച്ച് കിട്ടുന്നില്ല കേട്ടോ. ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് നേടിയെടുക്കാൻ ശ്രമിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആൾക്കാരാണ്, 15 ആൾക്കാരായിരുന്നു മുമ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഉണ്ടായിരുന്ന ത്രില്ല് ഇപ്പോൾ കുറഞ്ഞു കേട്ടോ. പക്ഷേ ഇനി അത് നേടാൻ പറ്റുമോ എന്നറിയില്ല. നേടാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്.